ഹലോ, ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഒരു കഥ പറയാനായിട്ടാണ് ഞാനിത് ശ്രമിക്കുന്നത്. അപ്പനമ്മമാരെ സ്നേഹിക്കാത്ത മക്കളുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. നല്ല മഴയുണ്ട്, ഞാൻ യാത്രയിലാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരലക്കുകാരിയായ സ്ത്രീയും അവർക്കൊരു മകനും ഉണ്ടായിരുന്നു. തൻ്റെ മകനെ പഠിപ്പിക്കാനായി വർഷങ്ങളോളമായി തുണി അലക്കി കൊടുക്കുന്ന ഒരു സ്ത്രീ. ഒരിക്കൽ പഠിച്ച് വലുതായ മകന് ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകാൻ ഒരു അവസരം കിട്ടി. മകൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ പങ്കെടുക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ അലക്കുകാരിയായ സ്ത്രീയുടെ മകനോട് ചോദിച്ചു, നിന്റെ 10 വിരലുകൾ എന്നെ ഒന്ന് കാണിക്കാമോ? അവൻ തൻ്റെ 10 വിരലുകളും ആ ഇൻ്റർവ്യൂ എടുത്ത ആളെ കാണിച്ചു. അവൻ്റെ വിരലുകൾ കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞു, നീ പൊയ്ക്കോ, നീ സെലക്ട് ആയോ ഇല്ലയോ എന്ന് പിന്നീട് പറയാം. എന്തോ മനസ്സിലിട്ട പോലെ അവൻ അവിടെ നിന്ന് ഇറങ്ങി. എന്തായിരിക്കും എൻ്റെ 10 വിരലുകൾ കണ്ടിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയാൻ കാരണം? എൻ്റെ വിരലുകൾ മോശമാണോ? അതീവ ചിന്തയായി അവന്. അവിടെ നിന്ന് ഇറങ്ങി അവൻ വന്നത് ഒരു കടയിലായിരുന്നു. അവിടെ വന്ന് കുടിക്കാനായി ഒരു നാരങ്ങ വെള്ളം അവൻ ഓർഡർ ചെയ്തു. അവൻ ആ കടക്കാരനെ ശ്രദ്ധിച്ചു. കടക്കാരൻ തൻ്റെ കൈകൾ കൊണ്ട് നാരങ്ങ എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നു. അവൻ കൊടുത്ത പൈസ മേടിക്കുന്നു. തൻ്റെ വിരലുകൾ കൊണ്ട് കടക്കാരൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവൻ ശ്രദ്ധിച്ചു. സംശയം അവനെ വിട്ടുമാറിയില്ല. അവൻ ബസ്സിലിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന ആൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ അയാളെ ശ്രദ്ധിച്ചു. തൻ്റെ 2 കൈകളും അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അവൻ അയാളെ ശ്രദ്ധിച്ചു. അയാൾ ടിക്കറ്റ് കീറുന്നു, പൈസ മേടിക്കുന്നു, പൈസ കൊടുക്കുന്നു, എല്ലാം അയാളുടെ വിരലുകൾ കൊണ്ട്. അങ്ങനെ ചിന്ത ഭയങ്കരമായിട്ട് വീട്ടിലെത്തി. അമ്മ അവനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് പോയിട്ട്? അവൻ പറഞ്ഞു, അറിയത്തില്ല, നാളെ എന്തായാലും അറിയാൻ സാധിക്കും. അപ്പോഴാണ് അമ്മ അവനോട് പറഞ്ഞത്, നമുക്ക് ആഹാരം കഴിക്കാം. ആഹാരം എടുത്തുകൊണ്ട് വന്ന അമ്മയുടെ കൈകൾ അവൻ ശ്രദ്ധിച്ചു. അമ്മയുടെ കൈകളിൽ ഒരുപാട് വ്രണങ്ങളുണ്ടായിരുന്നു, തൊലി പോയിട്ടുണ്ടായിരുന്നു. അവൻ ചോദിച്ചു, അമ്മയുടെ കൈകൾ എന്താണ് ഇങ്ങനെ? അപ്പം അമ്മ അവനോട് പറഞ്ഞു, കാലങ്ങളായി അമ്മയ്ക്ക് സോപ്പ് പൊടിയുടെ അലർജിയുണ്ട്. അപ്പം അതുകൊണ്ട് തുണി അലക്കുമ്പോൾ കൈകളിൽ ഇങ്ങനെ വരും. ഒരുപാട് മരുന്നുകളൊക്കെ ചെയ്തതാ, പക്ഷെ അതിനൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് പറയും. അവനത് വല്ലാതെ വിഷമായി. രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും അവന് ഉറങ്ങാൻ പറ്റിയില്ല. ഒരുപാട് രാത്രിയായപ്പോൾ അവൻ അമ്മയെ തിരക്കി. നോക്കിയപ്പോൾ അമ്മ രാത്രിയിൽ നാളെ അലക്കാനുള്ള തുണികൾ എല്ലാം എടുത്തു വെക്കുകയാണ്. അവൻ അമ്മയോട് പറഞ്ഞു, ഇന്നു മുതൽ അമ്മയെ ഞാൻ സഹായിക്കാം. പിന്നീടുള്ള 4 നാൾ അവൻ അമ്മയെ സഹായിച്ചു. 5ാമത് നാൾ വീണ്ടും അതേ കമ്പനിയിൽ നിന്നും അവന് വിളിക്കുന്നു. കമ്പനിയിൽ ചെന്ന അവനോട് വീണ്ടും ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിച്ചു, നിന്റെ വിരലുകൾ കാണിക്കാൻ. വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ സെലക്ട് ആയിരിക്കുന്നു, നാളെ മുതൽ ഇവിടെ നിനക്ക് ജോലിക്ക് വരാം. അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എൻ്റെ ഈ വിരലുകൾക്ക് പ്രത്യേകത? അദ്ദേഹം അവനോട് പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തോളമായി നിൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലെ തുണി അലക്കുന്നു, അനേകം വീടുകളിലെ തുണി അലക്കുന്നു. നിൻ്റെ അമ്മയുടെ വിഷമം, നിൻ്റെ അമ്മയുടെ ജോലിയുടെ ഭാരം നീ അറിഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇപ്പോൾ ഈ 5 ദിവസം കഴിഞ്ഞ് നീ അതറിയുന്നു. അതുകൊണ്ട് തന്നെ നിനക്കിവിടെ ജോലിയുണ്ട്. നമ്മൾക്കൊന്ന് പനി വന്നാൽ, നമുക്കൊന്ന് വയ്യാതെ വന്നാൽ, നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ
ആഹാരം കഴിക്കാതിരിക്കുന്ന അമ്മമാരെ നമുക്കറിയാം. നമ്മളിൽ എത്ര പേർ നമ്മുടെ അമ്മയ്ക്ക് വയ്യാതെ വന്ന ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട്, അവരെ സ്നേഹത്തോടെ പരിചരിച്ചിട്ടുണ്ട്. പരിചരിക്കുന്നവരുണ്ടാകും, ഇല്ല എന്നല്ല. എങ്കിലും അമ്മമാരെയും അപ്പന്മാരെയും അവരുള്ളിടത്തോളം കാലം ഏറ്റവും നന്നായി അവരെ സ്നേഹിക്കുക. അവർ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ചെറിയൊരു കഥ. നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. താങ്ക് യു.